എടാ ചത്തിട്ടില്ല, ഇവനെ കൊന്നിട്ടില്ലെങ്കിൽ ബോസ് നമ്മളെ വെറുതെ വിടില്ല. വാ. ഇയാൾ ഒറ്റയ്ക്ക് വിടണമെന്ന് വിചാരിച്ചത് ഇയാളുടെ പൈസ. Please one minute, please one help us, please. അടുത്ത ഹോസ്പിറ്റലിൽ പ്ലീസ് ഒന്ന് കൊണ്ടോ, പ്ലീസ്. നിങ്ങളടുത്ത് ചേർന്ന് അമ്മയെ പറഞ്ഞു കൊടുക്കില്ല, പ്ലീസ്. I'm begging you, please. അവൻ ഇപ്പോൾ തന്നെ തീരും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മളെ കണ്ടില്ലേ? പ്ലീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല. പ്ലീസ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വിളിക്കും. പ്ലീസ് ഇവളിവിടെ നീക്കിട്ട് പോയാൽ ശരിയാക്കില്ല. ഞാനിപ്പോ വരാം. പ്ലീസ് ഞാൻ നിങ്ങളുടെ കാലിൽ പറ്റും, പ്ലീസ്. അപ്പൊ തന്നെ എനിക്ക് എന്നോട് തന്നെ ചെറുപ്പായിരുന്നു. ഞാനന്ന് പോകണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അതൊന്നും നടക്കില്ലായിരുന്നു. ഇന്ന് നിന്റെ പപ്പ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഓർത്തുകൊണ്ട് ഓരോ നിമിഷം കുറ്റബോധത്തോടെയായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ആന്റി കരയില്ല ആന്റി, ഇങ്ങനെ പ്ലീസ് കരയില്ല ഇങ്ങനെ ആന്റി. മമ്മി എഴുന്നേക്ക്. കുക്കി, നീ ഡോക്ടറിനെ വിളിക്കുന്നു. മമ്മിനെ കൊണ്ട് റൂമിൽ പോവാം. വേഗം വിളിക്കും. പേടിക്കാനൊന്നുമില്ല. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. BP ഒന്ന് ലോവർ ആയതാ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ആവശ്യം സഡേഷനും മയക്കത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാനാട്ടോ. ചിലപ്പോൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ചതുകൊണ്ടായിരിക്കാം BP കുറഞ്ഞത്. സോ എന്നാൽ അത്രേ ഉള്ളൂ. ഈ മരുന്ന് നാളെ രാവിലെ കൊടുത്താൽ മതിയാവും. എന്നാൽ ശരി, പിന്നെ ഒരു ദിവസം കാണാം. താങ്ക്സ് ഡോക്ടർ. നീ ഇവിടെ പോയി? നീ ഇങ്ങനെ കരയല്ലേ, നിങ്ങൾ ഇരിക്കല്ലേ? നമുക്ക് ഇതിനെല്ലാത്തിനും പകരം വീട്ടിന്റെ എങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റുന്നേ? കുക്കി, നീ അമ്മ പറഞ്ഞത് കേട്ടതല്ലേ? അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ തിരിച്ചു. പക്ഷേ അവർക്ക് അവരായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നീയെല്ലാം കലാശപ്പതായത് വേണ്ടത്. ഇതിപ്പോ നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? നമുക്ക് ഇതിനെല്ലാത്തിനും പകരം വീട്ടിൽ പച്ചവരായി ഇതിന്റെ ബാക്കി 4 പേർക്ക് മാത്രമേ അറിയാവുള്ളൂ. പ്ലീസ്, ഇപ്പൊ നീ എവിടെ പോവാതെ നിന്റെ കൂടെ ഇരിക്കും. ഇല്ല, ഞാൻ പോലെ എന്റെ കൂടെ തന്നെയുണ്ട്. ഗുഡ് മോർണിംഗ്. 7 മണിക്ക് കോഫി. വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാം. അവിടെ ജൂലി പപ്പയൊക്കെ വാ. പോകാം.
പോകാൻ റെഡി ആയില്ലേ? ആ പോകാം, പക്ഷേ കുക്കി മമ്മിനാട് നോക്കും. അതോർത്ത് നീ പേടിക്കണ്ട, ഇവിടെ ലിസ ഉണ്ട്, എൻ്റെ അസിസ്റ്റന്റ്. അവള് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ആൻറ്റിക്ക്. നമുക്ക് പോകാം. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ നോക്കിക്കൊള്ളാം ആൻറ്റി. ആൻറ്റിക്കൂടെ ഒരു കുറവും വരുത്തില്ല. ഓക്കെ ലിസ, താങ്ക്സ്. പോവാം കുക്കി. മമ്മി മമ്മി, ആ നീ വന്നോ? ഇന്ന് രാത്രി എവിടെയായിരുന്നു? നിന്റെ ഫോണോട് എത്ര പ്രാവശ്യം വിളിച്ചു, വിളിക്കാൻ എടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് നിന്റെ ഫോൺ എടുത്തോണ്ട് നടക്കുന്ന കയ്യില്. അല്ല, ഇതാരെ നീമോനോ? മോനെ ഇങ്ങോട്ട് കുറെ നാളായാലോ കണ്ടിട്ട്. അമ്മ എന്തേ? അമ്മ വീട്ടിലുണ്ട് ആൻറ്റി. നമുക്ക് ചെറുതായിട്ടൊരു തലവേദന, സോ വന്നില്ല. ഞാൻ എന്നാ പോയിട്ട് ജിമ്മിന് കണ്ടിട്ട് വരാം. കുക്കിയെ സംസാരിച്ച് എൻ്റെ അങ്ങോട്ട് പോകാതെ. ആരോ നീ വന്നു? ഞാൻ നിന്റെ അടുത്തേക്ക് വരാനിരിക്കുകയായിരുന്നു. ഇന്നലെ നിന്നെ ഫോൺ വിളിച്ചിട്ട് കണ്ടില്ല. പിന്നെ എൻ്റെ അനിയത്തി വിളിച്ചപ്പോഴും എടുത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ അനിയത്തി നിന്റെ അടുത്ത് ഉണ്ടാവുമെന്ന്. അപ്പം അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താടാ, എന്ത് പറ്റി? നിന്റെ മുഖം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. ജിമിന, എടാ നീ കരയല്ലേ? പ്ലീസ്, ഇങ്ങനെ കരഞ്ഞുള്ള അസുഖവും വരുത്തി വെക്കണ്ട. നമുക്ക് അച്ഛനോട് സംസാരിക്കാം, അച്ഛനോട് ചോദിക്കാം. ചൂണിപ്പാപ്പ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അവരോട് സംസാരിക്കാം. നമുക്ക് ഇതിനെ രാത്രിയിലും പകരം കിട്ടണം. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇത് തന്നെ ഞാനും ജീവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിമിനേട്ടാ. നമുക്ക് വേഗം തന്നെ അച്ഛനോട് സംസാരിക്കാം. അവരിപ്പോ ബാൽക്കണിയിൽ ഉണ്ടെന്നാ പറഞ്ഞത്. വാ, നമുക്ക് പോയി സംസാരിക്കാം. നീ അങ്ങോട്ട് പോയിക്കോ, ഞാനിപ്പോ വരാം. കുക്കി നീ ഇവിടെ നിൽക്കുക. ജിമിന, ഞാൻ പോവാം. കുക്കി, നീ ഇങ്ങനെ കിടന്ന കരയല്ലേ? നീയല്ലോ എനിക്കിപ്പോ ധൈര്യം കൊടുക്കേണ്ടത്. പിന്നെ നീ ഇങ്ങനെ കിടന്ന കരയല്ലേ? എനിക്ക് ഇന്നത്തെ അവസ്ഥ അവനെ കാണാൻ വയ്യ ജിമിനേട്ടാ. അവൻ ഇന്നലെ ഒരു പോൾ അവൻ കണ്ണടിച്ചില്ല. എനിക്കറിയാം കുക്കി, നിനക്ക് ഒരുപാട് അവനെ ഇഷ്ടമാണെന്ന്. പക്ഷെ ഈ സമയത്ത് അവനിക്ക് നമ്മൾ ധൈര്യം കൊടുക്കണം. അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. എൻ്റെ കുട്ടി ഇനി ഒരിക്കലും അവൻ്റെ മുന്നിൽ വെച്ച് കരയരുത്. സ്ട്രോങ് ആയിട്ടിരിക്കണം. എൻ്റെ അനിയത്തി കുട്ടികളെ നീ കരയരുത്. ശരി ജിമിനേട്ടാ, വാ നമുക്ക് പോവാം. അങ്കിൾ, അല്ല, ഇത് ആര്? ഭീമാണോ? ഞാൻ മോൻ്റെ അടുത്തേക്ക് വരാനിരിക്കുവായിരുന്നു. വാ, ഇവിടെ ഇരിക്കും. അങ്കിൾ, എന്താ മോനെ നിന്റെ മുഖം വെള്ളാതിരിക്കുന്ന? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാണ് ഞാൻ ഇവനോടും ചോദിച്ചത്. വന്നപ്പോ തൊട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ടായിരിക്കുന്നത്. എന്ത് പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജോനക്ക് വയ്യാൻ നോക്കണ, തലവേദന അതിന്റെ വല്ലതാണോ? പറയടാ. ആൻറ്റി, പ്രശ്നമുണ്ട് പാപ്പ. പാപ്പ, ഞങ്ങൾക്ക് അങ്കിളിനെ പറ്റി എല്ലാം അറിയാം. അങ്കിൾ ആരായിരുന്നു, അങ്കിൾ എങ്ങനെയാ മരിച്ചത്, എല്ലാം എനിക്കറിയാം. ഞങ്ങൾക്ക് ഇനി ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അങ്കിളിന് ആരാണ് ഇങ്ങനെ ചെയ്തത്, എങ്ങനെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്? നിങ്ങളോട് കാര്യം പറഞ്ഞു മമ്മി. നിങ്ങൾ ഇത് മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഒരുപാട് അറിയാനുണ്ട്. വേണ്ട ജിമിനേട്ടാ, എന്നെ തടയണ്ട. ഇവനെല്ലാം അറിയണം. അതിനുള്ള സമയം അടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് നല്ല ആക്രമം ഉണ്ടാകുന്നെന്ന് പറഞ്ഞല്ലോ. ഇപ്പോ ഇവരെ നേർക്കായിരിക്കും അവർ തിരിഞ്ഞിരിക്കുന്നത്. വേണ്ട സുഖച്ചായ, ജിനിച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവനെല്ലാം അറിയേണ്ട സമയമായിരിക്കുന്നു. ആ സമയത്ത് എന്റെ അമ്മയ്ക്ക് കരയാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നു. അവളുടെ അലർച്ച ഇപ്പോൾ എന്റെ കാതിൽ പറയുന്നുണ്ട്. നിന്റെ അമ്മയാച്ചൻ അവിടെ നെറ്റിട്ട് പോയി. വഴി പോയൊരു സ്ത്രീയായിരുന്നു നിന്റെ അമ്മയും അപ്പയും ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചത്. നിന്റെ അപ്പ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ പോയിരുന്നു. പക്ഷെ നിന്റെ അമ്മ അവളുടെ ബോധം പോയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു സർജറി അത്യാവശ്യമാണ്, നിന്റെ ജീവൻ ആപത്തിലായി എടുക്കാം. ഞങ്ങൾ അതിനെ സമ്മതിച്ചു. അങ്ങനെ നിന്നെ ഞങ്ങളന്ന് അമ്മ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ആരാണ് ഇതിന് പിന്നിൽ, അത് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അമേരിക്കയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വൺ മിസ്റ്റർ കായായിട്ട് GK MD ആയിട്ട്. അന്ന് ജൂണി ഉണ്ടായിരുന്നില്ല, ഞാനാണ് അവൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുതൊരു പാർട്ട്ണർഷിപ്പ് ഡീലിങ്സ് ആയിട്ട് അവർ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തപ്പോൾ അങ്ങോട്ട് പോയതാണ്. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ കമ്പനി നമ്മുടെ കമ്പനിയായിട്ട് എന്തിനാണ് പാർട്ട്ണർഷിപ്പ് ഡീലിങ്സ് വെക്കുന്നത്?
പക്ഷെ ഞാൻ പറഞ്ഞു അതെന്തെങ്കിലും കോമൺ റീസൺ കൊണ്ടായിരിക്കാം. കാരണം അവർക്ക് ഓൾറെഡി ബെസ്റ്റ് ബിസിനസ്സിനകത്ത് ഈ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ടായിരിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു ഇനീഷ്യൽ കാലത്തിൽ ഞങ്ങളുടെ കമ്പനിയിൽ വെച്ച് അതിൻ്റെ ഒരു പരസ്യപ്പെടുത്തി നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എല്ലാം ഡിക്ലൈൻ ചെയ്ത് നമുക്ക് കിട്ടിയ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ അവരുടെ കമ്പനിയോട്ട് നേടണമെന്ന്. പിന്നെ കാലത്ത് വേറൊരു കാര്യം കൂടി അറിയാമായിരുന്നു. ഞങ്ങളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ഡീലിങ്സിലുള്ള ആ ഒരു കമ്പനിക്ക് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് അവർക്ക് ഏറ്റെടുക്കാമെന്നുള്ളത്. അതറിയാവുന്നതുകൊണ്ട് അവൻ്റെ പേരുള്ള ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ പേരിലോട്ട് മാറ്റി, എൻ്റെയും ജൂനിയുടെ പേരിലോട്ട്. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ജിയോയുടെ പേരിലോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ടേക്ക് നല്ലതുപോലെ അറിയായിരുന്നു ഇത് കായ്ക്കറിഞ്ഞിട്ടുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അവനിക്കറിയായിരുന്നു അവൻ്റെ ജീവൻ ഏത് സമയത്ത് വേണമെങ്കിലും പോകാമെന്ന്. അതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്കിപ്പോൾ ജിയോയുടെ കൂടെ നിൽക്കണം, ഞാൻ പോവാണ്, ഷുക്കാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ അവനിക്ക് എന്നോടൊന്നും പറയായിരുന്നു എൻ്റെ ജീവനാണ്, എനിക്കറിയില്ല, എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഒരിക്കലും അവൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ഇപ്പോഴും അതുകൊണ്ട് ഒരു ദിവസം വിഷമിച്ചിട്ടാണ് എഴുന്നേൽക്കാൻ. കുറ്റബോധം ഞാൻ എഴുന്നേൽക്കാറ് രാവിലെ. താങ്ക്സ് പപ്പ, താങ്ക്സ് ജോണി പപ്പ പറഞ്ഞു തന്നതിന് ഇതെല്ലാം. നീ കരയരുത്. ഇനി നമുക്ക് പ്രതിക്കാരം വീട്ടാനുള്ള സമയമാണ്. നീ ഇങ്ങനെ ഇവിടെ ഇന്ന് കരഞ്ഞിരുന്ന നീ ഒരിക്കലും തേൻ്റെ മോനാവില്ല, തേങ്കളുടെ മോനാവില്ല. തേങ്കളുടെ പോലെ ആവണം നീ. വാ വി കുക്കി വാ. ജിമിൻ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ എൻ്റെ പപ്പയെ പോലെ ആവണം. ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല, ഒന്നും വിധിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ എൻ്റെ പപ്പയുടെ മോനായിരിക്കും. That's my boy. ഇനി നമുക്ക് കുറച്ച് സമയവും വേണം, അതിനനുസരിച്ച് പ്ലാനും വേണം. ഇനി ആ പ്ലാനിലാണ് നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. കുക്കി, നീ വേഗം വീട്ടിലോട്ട് വാ. നീ മാത്രം വന്നാ മതിയേ. എന്തിനാ യുജി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നീ വേഗം വാ. എടാ യൂജി വിളിച്ചത്, ഞാൻ ഒന്നോടെ മറ്റും പോയിട്ട് വരാവേ. നിങ്ങൾ വരണ്ട, ഒറ്റക്ക് വരാനാ പറഞ്ഞത്. ശരി, ഞാൻ ഇറങ്ങുവാണ്. കുക്കിയാണല്ലോ വിളമ്പി സമയത്ത്. എന്താടി കുക്കി, നീ വീട്ടിലെത്തിയോ? കുക്കിയല്ല, നിന്റെ കുക്കിയും നിന്റെ അമ്മയും എൻ്റെ അടുത്തുണ്ട്. പിന്നെ നിന്റെ വീട്ടിൽ രണ്ടുപേരും ഞാൻ ഓൾറെഡി ഉപേക്ഷിച്ചിട്ടുണ്ട്. അതാണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വരാതിരുന്നത്. അങ്ങോട്ടൊരാളെ പറഞ്ഞു അയച്ചേക്ക്, ചിലപ്പോൾ എൻ്റെ ആൾക്കാർ എന്തെങ്കിലും ചെയ്താലോ. നീ ഇങ്ങോട്ട് വേഗം വാ.